യെസ്, കരിവന്നൂർ കേസിലാണ് ഇഡിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. മൂന്നാം പ്രതിയായ PR അരവിന്ദാക്ഷൻ ഉൾപ്പെടെയുള്ളവർക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ, ഇഡിക്ക് കനത്ത തിരിച്ചടിയാണ്. നമുക്കറിയാം, നേരത്തെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനൊക്കെ ജാമ്യം അനുവദിച്ചിരുന്നു. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടും ഇല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ കൂടിയൊക്കെ ആയിരിക്കും ഇന്ന് പ്രത്യേകിച്ച്, അതായത് ഇത് നിലവിൽ ജാമ്യം നൽകാതിരിക്കാൻ കാരണമില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹൈക്കോടതി ഒരു ജാമ്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്താണ് കോടതിയിൽ സംഭവിച്ചത്? ധന്യ, ഈ ഇത്തരത്തിൽ 55ഓളം പ്രതികളുള്ള ഒരു കേസാണ്. അതിൽ ഇപ്പോൾ PR അരവിന്ദാക്ഷന്റെയും ഒപ്പം CK ജിൽസിന്റെയും ജാമ്യമാണ് ഇപ്പോൾ ഹൈക്കോടതി അനുവദിച്ചിരിക്കുന്നത്. ED ഇതിനെ സംബന്ധിച്ച് കൃത്യമായ അന്വേഷണം നടത്തി അതിലൊരു അന്വേഷണ റിപ്പോർട്ട് അടക്കം നൽകിയിരുന്നതാണ്. അതായത് ഇവർക്കെതിരെ PR അരവിന്ദാക്ഷനും ഒപ്പം CK ജിൽസിനുമെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട്. ഈ അരവിന്ദാക്ഷന്റെ ഒരു സാഹചര്യം പരിശോധിക്കുകയാണെങ്കിൽ ഈ സതീഷ് കുമാറുമായി കൃത്യമായിട്ടുള്ള രീതിയിൽ ബന്ധമുണ്ട്, ഇവർ തമ്മിൽ സാമ്പത്തിക ഇടപാടുകളുണ്ട്, ഒപ്പം ബിനാമി ഇടപാടുകളിലൂടെ വന്ന 50 ലക്ഷത്തോളം രൂപ ഈ PR അരവിന്ദാക്ഷന്റെ അക്കൗണ്ടിലാണ് നിക്ഷേപിച്ചതെന്നടക്കമുള്ള പല ആരോപണങ്ങളും ഒപ്പം അതിനെ സംബന്ധിച്ച വിവരങ്ങളും ED കണ്ടെത്തിയിരുന്നതാണ്. അത്തരത്തിലൊരു അന്വേഷണം നടത്തിയിരുന്നതാണ് ED. അതുകൊണ്ട് തന്നെ കൃത്യമായി കോടതിയിൽ വാദിച്ചൊരു കാര്യം, ഒരു കാരണവശാലും ഇവർക്ക് PR അരവിന്ദാക്ഷനും ഒപ്പം CK ജിൽസിനും ഒരു കാരണവശാലും ജാമ്യം നൽകാനാവില്ല എന്നുള്ള തരത്തിലാണ് ED ഹൈക്കോടതിയിൽ വാദം ഉന്നയിച്ചത്. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഈ സാമ്പത്തിക ഇടപാടുകളിൽ അല്ലെങ്കിൽ സതീഷ് കുമാറുമായി കൃത്യമായിട്ടുള്ള ബന്ധമുണ്ട്, ഈ ഇടപാടുകളിലൊക്കെ പങ്കുണ്ട് എന്നുള്ള രീതിയിലുള്ള വാദങ്ങളാണ് ED ഹൈക്കോടതിയിൽ ഉന്നയിച്ചത്. എന്നാൽ അതിനെയൊക്കെ മറികടക്കുന്ന അതിനപ്പുറത്തോട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുമുള്ളത്. അത് ഒരു ജാമ്യം നിഷേധിക്കാൻ മാത്രം മതിയായിട്ടുള്ള ഒരു കാരണങ്ങളല്ല ഇതൊക്കെ എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യത്തിലേക്കാണ് വരുന്നത്. അതാണ് ഹൈക്കോടതി ഇന്ന് പറഞ്ഞതും. അതായത് ഇവർക്ക് ജാമ്യം നിഷേധിക്കാൻ മതിയായിട്ടുള്ള കാരണങ്ങൾ ഇല്ല എന്ന്, അതായത് പ്രതികൾ കുറ്റം ചെയ്തിട്ടില്ലെന്ന് കരുതാൻ മതിയായ കാരണങ്ങൾ ഉണ്ട് എന്നാണ് ഹൈക്കോടതി പറയുന്നത്. പ്രതികൾക്ക് പങ്കുണ്ട് എന്ന് കൃത്യമായി തെളിയിക്കുന്നതിൽ ED പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് വേണം കണക്കാക്കാൻ. മാത്രമല്ല, ഇവരുടെ ഒരു ക്രിമിനൽ പശ്ചാത്തലമോ അത്തരത്തിലുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ പ്രതികൾക്ക് ഇല്ല, അല്ലെങ്കിൽ അത്തരത്തിലൊരു സമാന രീതിയിൽ മുൻപ് ഇവർക്കെതിരെ കേസുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മതിയായ കാരണങ്ങളില്ല എന്ന് ചൂണ്ടിക്കാട്ടിയിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു ഓർഡറിലെ കാര്യങ്ങളും പറയുന്നത് അത് തന്നെയാണ്. ഇതിൽ കൃത്യമായി പ്രോസിക്യൂഷന്റെ ആരോപണങ്ങളും അതോടൊപ്പം തന്നെ പ്രതികളുടെ വിശദീകരണങ്ങളും ഒക്കെ കൃത്യമായി ഹൈക്കോടതി പരിഗണിച്ചിരുന്നു. ഇതിൽ ഈ അരവിന്ദാക്ഷൻ ഉന്നയിച്ച ഒരു വാദം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിൽ മറ്റ് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പരിഗണിക്കുന്നത്, അതാണ് ഇതിനോട് ചേർത്ത് വെക്കുന്നത് എന്നുള്ള രീതിയിലായിരുന്നു. ഇഡിക്കെതിരെ ഹൈക്കോടതി നിൽക്കുമ്പോൾ ഇനി EDയുടെ നീക്കം എങ്ങനെയായിരിക്കും? EDക്ക് ഇതിൽ ഇനി ചെയ്യാനുള്ളത് അടുത്ത അപ്പീലോ കാര്യങ്ങളോ ഒക്കെ സമർപ്പിക്കുക, അടുത്ത നടപടിയിലേക്ക് പോകുക. അന്വേഷണത്തിൽ ഇനി അരവിന്ദാക്ഷനും അതേപോലെ തന്നെ CK ജിൽസും ഈ അന്വേഷണത്തിൽ EDയോട് പൂർണ്ണമായും സഹകരിക്കണമെന്നുള്ള രീതിയിലുള്ള വ്യവസ്ഥകളൊക്കെ ഇതിൽ വെച്ചിട്ടുണ്ട്, ഉപാധികളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഇവർ സഹകരിക്കുന്നുണ്ടോ എന്ന് നോക്കുക, അല്ലെങ്കിൽ ഇവർ സഹകരിക്കുന്നില്ല എങ്കിൽ അതിൽ ഹൈക്കോടതി അത് അറിയിക്കുക എന്നുള്ള രീതിയിലുള്ള നടപടിയിലേക്ക് ആയിരിക്കും ഇനി ED കടക്കുക. അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കായിരിക്കും ED പോകുക. ഇത്തരത്തിൽ EDക്ക് വലിയ തിരിച്ചടിയായ ഒരു സാഹചര്യത്തിൽ വലിയ EDക്കെതിരെ അല്ലെങ്കിൽ ED തന്നെ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും അത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനി അത്തരത്തിൽ അന്വേഷണത്തോട് പൂർണ്ണമായും സഹകരിക്കണം എന്നുള്ള രീതിയിലുള്ള ഉപാധികളാണ് ഹൈക്കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരി ലിഡിയ, കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് തട്ടിപ്പിലാണ് പ്രതികളായ CPM നേതാവ് അരവിന്ദാക്ഷനും അക്കൗണ്ടന്റായിരുന്ന ജിൽസിനും ഹൈക്കോടതി ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഏതാണ്ട് ഒരു വർഷത്തിലധികമായി രണ്ടുപേരും റിമാൻഡിലായിരുന്നു. ജാമ്യം നിഷേധിക്കേണ്ട സാഹചര്യം ഇനിയും ഇല്ല എന്നുള്ള നിരീക്ഷണത്തിൽ കൂടിയാണ് ജാമ്യത്തിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ കേസിൽ വിചാരണ വൈകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ വിചാരണ വൈകിയത് കണക്കിലെടുത്തുകൂടിയാണ് ഹൈക്കോടതിയുടെ നടപടി. എന്തായാലും EDയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. ഇനി ED അടുത്ത നീക്കങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട്. എന്തായാലും 10 ദിവസത്തെ ഇടക്കാല ജാമ്യമാണ് അനുവദിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്.